ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വിഷയം നമുക്ക് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇന്ന് ഡിസംബർ 4 നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ ദിനമാണ്. ഇന്ത്യൻ നേവി ഡേ ആണിന്ന്. അതായത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെ നേവൽ ഫോഴ്സ് ഉപയോഗിച്ച് അവരുടെ കറാച്ചി പോർട്ട് ആക്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും അവർക്ക് സാരമായിട്ടുള്ള ഡാമേജൊക്കെ ഉണ്ടാക്കി വെച്ചൊരു ദിവസമായിരുന്നു ഡിസംബർ 4, 1971. അപ്പോൾ അതിനുശേഷം നമ്മളെ ഇന്ത്യൻ നേവിയുടെ ദിനമായിട്ടത് എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നേവിയുടെ സ്ട്രെങ്തും അല്ലെങ്കിൽ നമ്മളുടെ ശക്തിയും നമ്മളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റും അതുപോലെ തന്നെ നമ്മളുടെ നേവൽ ശക്തിയുമൊക്കെ ലോകത്തിന് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി നമുക്ക് കിട്ടുന്നൊരു അവസരമാണ്. അത് നമ്മളെല്ലാ വർഷവും ഡിസംബർ 4 കൊണ്ടാടുന്നുണ്ട്. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ നേവൽ ചീഫ് മിസ്റ്റർ ത്രിപാഠി കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ പ്രസ് കോൺഫറൻസ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രസ് കോൺഫറൻസിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നമ്മൾ ഫ്രാൻസിൽ നിന്നും 26ഓളം റഫേൽ മറൈൻ വേർഷൻ, അതായത് നേവൽ വേർഷൻ ഫൈറ്റർ ജെറ്റ്സ് നമ്മൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് നേവിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യസുരക്ഷയുടെ ചില കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ചൈന നമുക്ക് നല്ല രീതിയിൽ സമ്മർദ്ദം നൽകുന്നുണ്ട്. അത് ഒരു നമുക്കില്ല ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരുവാനും അല്ലെങ്കിൽ ശക്തി പ്രാപിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയാണ്. കാരണം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ വലിയ പ്രഷർ, സമ്മർദ്ദം, അല്ലെങ്കിൽ നമ്മൾ ഈ മലയാളിയെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി തരുന്ന ഒരു രീതി ചൈനയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ആ ഒരു പണി തരൽ നമുക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശക്തിയെ വളർത്തുവാനും, അല്ലെങ്കിൽ നമ്മുടെ നേവിയുടെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ ഫോഴ്സ് മൊത്തമായിട്ടും വളർച്ചയുടെ പാതയിലാണ്. എന്നാലും നമ്മുടെ നേവി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാരണം നമുക്ക് ഏകദേശം 7500ഓളം നമ്മുടെ തീരപ്രദേശങ്ങളുണ്ടല്ലോ. നമ്മളുടെ കടൽ നമുക്ക് ചുറ്റിനുള്ള 7500 കിലോമീറ്ററുള്ള ഒരു മാരിടൈം ഏരിയ ഉണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ ചുമതലയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ റോളിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ നേവിക്കാണല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യൻ നേവിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികമാണ്. അപ്പം ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ നേവി വളരെ അത്ഭുതകരമായിട്ട് വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സത്യസന്ധമാണെങ്കിൽ അതൊരു ഫാക്റ്റാണ്. കാരണം ഇപ്പം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് പാകിസ്ഥാനേക്കാളിലെങ്കിലും. പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇപ്പോൾ ഒരു 1990 വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററി സ്ട്രെങ്ത് നമ്മളെടുത്തു. കാരണം അന്ന് ഓഫ് കോഴ്സ് പാകിസ്ഥാന് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യക്ക് റഷ്യ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു സഹായങ്ങൾ, മിലിറ്ററി ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും, പിന്നെ നേരത്തെ ബ്രിട്ടൻ്റെ നേരത്തെ മേടിച്ച ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം പാകിസ്ഥാൻ ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മികച്ച ആയുധങ്ങളും എല്ലാ 3 ഫോഴ്സിലും, അവർക്ക് എയർഫോഴ്സിലായാലും നേവിയിലായാലും അല്ലെങ്കിൽ ഈവൻ ആർമിയിലായാലും ശരി, പ്രത്യേകിച്ച് എയർഫോഴ്സിലൊക്കെ അവർക്ക് അമേരിക്കയിൽ നിന്നും അവർക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വെപ്പൺസും വെപ്പണറീസും സിസ്റ്റംസും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അല്പം മിലിറ്ററി ടു മിലിറ്ററി മുൻതൂക്കം നമ്മുടെ ഈ വെപ്പൺസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ വെപ്പണറിയുടെ കാര്യം നോക്കുമ്പോൾ പാകിസ്ഥാനായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ
ഒരു 90കൾ വരെ തീർച്ചയായിട്ടും തന്നിട്ട് ഒരു മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനുശേഷം ആ ഒരു ബാലൻസ് ഷിഫ്റ്റായി ഏകദേശം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലേക്ക്. കാരണം 90-ന് ശേഷം അമേരിക്ക പാകിസ്ഥാനായിട്ടുള്ള ഇതുപോലുള്ള ബന്ധങ്ങളിൽ ഒരു അയവ് വരുത്തുകയും പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സെനറീസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാനിൽ നിന്നും അകൽച്ച പാലിക്കുകയും പിന്നെ ചൈന ആ ഒരു പിന്നെ സ്പേസിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ്റെ മിലിറ്ററിക്ക് മൊത്തമായിട്ട് ഒരു എന്താണ് പറയുക, ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ടാവുകയും, കാരണം ഇന്ത്യ അതേസമയം അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ഇതുപോലുള്ള തന്ത്ര പ്രതിരോധ മേഖലകളിലൊക്കെ കൂടുതൽ കരാറുകൾ ഒപ്പിടുകയും ആയുധങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേവൽ അസറ്റ്സ്, എസ്പെഷ്യലി സബ്മറൈൻസിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും ഏകദേശം നെക്ക് ടു നെക്കാണ്. കാരണം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു സുപ്പീരിയോറിറ്റി നമുക്ക് പാകിസ്ഥാൻ്റെ മുകളിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു സുപ്പീരിയോറിറ്റി നമുക്കിപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഒരു സത്യത്തിലുള്ളൊരു പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1997 ഇന്ത്യ പ്രോജക്റ്റ് 75 എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് ഇനിഷ്യേറ്റീവ് ഇട്ടായിരുന്നു. അതായത് പ്രോജക്റ്റ് 75 എന്ന് പറഞ്ഞാൽ അന്നത്തെ 97 എന്ന് പറയുമ്പം 95, 96 എനിക്ക് തോന്നുന്നു വാജ്പേയിയുടെ സമയമല്ലായിരിക്കും ചിലപ്പോൾ. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞ് പിന്നീട് വന്ന ഇല്ലേ വാജ്പേയിയുടെ സമയത്തായിരിക്കാം. അപ്പം അന്ന് പ്രോജക്റ്റ് 75 ഇനിഷ്യേറ്റ് ചെയ്തു. അതിൻ്റെ ആ ഇനിഷ്യേറ്റീവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അന്നൊക്കെ ഇന്ത്യൻ നേവി വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ നേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ട് സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന സബ്മറൈൻസാണ് പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 2 സബ്മറൈൻസ് നമുക്ക് സ്വന്തമായി നിർമ്മിക്കണം എന്നുള്ളൊരു പ്രോജക്റ്റായിരുന്നു അന്ന് നടന്നത്. 97 കാര്യമാണ് പറയുന്നത്. കാരണം അന്ന് ഇന്ത്യയുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളതെന്നാണ്. അപ്പം 97-ലാണിത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെ 99 മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു പ്ലാൻ അപ്രൂവ് ചെയ്തു. 24 സബ്മറൈൻസ് 30 വർഷത്തെ കാലയളവിൽ. അതും വാജ്പേയിയുടെ സമയമായിരിക്കണം തീർച്ചയായിട്ടും. കാരണം തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു മന്ത്രിസഭയിലെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളായിരിക്കും. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, അതെനിക്കറിയില്ല ആരാണ് അന്നത്തെ പ്രധാനമന്ത്രി, ചിലപ്പോൾ വാജ്പേയി ആയിരുന്നിരിക്കും. എന്നാലും ശരി, 1999 മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ 24 സബ്മറൈൻസ് 30 വർഷത്തെ കാലയളവിനുള്ളിൽ. 30 വർഷത്തെ കാലയളവ് എന്ന് പറയുമ്പം 20, 2000 പ്ലസ് 30 എത്ര, 2030 അല്ലേ? 2029 2029-30 കാലയളവിനുള്ളിൽ 24 സബ്മറൈൻസ് അന്തർവാഹിനികൾ നിർമ്മിക്കണം എന്നുള്ളൊരു പ്രോജക്റ്റ്, അത് പ്രോജക്റ്റ് 75. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അന്നത്തെ പ്രതിരോധ മന്ത്രാലയം അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഈ നമ്മുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്രയും സാമ്പത്തികം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ 24 എന്നുള്ളത് വെട്ടിച്ചുരുക്കി 6 എണ്ണമാക്കി, 6 സബ്മറൈനിലേക്കാക്കിയാൽ. അപ്പം 6 സബ്മറൈൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് പല ക്ലാസ് ഉണ്ട്. അതിൽ ടെക്നിക്കലായിട്ടുള്ള ചില ജാർഗൻസൊക്കെയാണ് അതിൽ. INS കാൽവരി, INS കന്തേരി, INS കരഞ്ച്, INS വേല എന്നൊക്കെ പറയുന്ന 6 ടൈപ്പ് കാൽവരി ക്ലാസ് എന്ന് പറയുന്ന 6 സബ്മറൈനിലേക്ക് നമ്മൾ ചുരുക്കി 24-ൽ നിന്ന്. അപ്പോൾ അത് ആണ് നമ്മൾ 2001 പിന്നെ ഇന്ത്യൻ നേവി വീണ്ടും അത് ഒരു പുതിയ സബ്മറൈൻ ഡിസൈനുമായിട്ട് വന്നു, സ്കോർപിയൻ ക്ലാസ്. അങ്ങനെ ഫ്രാൻസിൻ്റെ അർമാരീസ് എന്നും പറഞ്ഞൊരു നേവൽ ഫേമുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയും ടെക്നോളജി ട്രാൻസ്ഫറിലൊക്കെ കൂടെ 6 ഈ സ്കോർപിയൻ സബ്മറൈൻസ് നമ്മൾ ഉണ്ടാക്കുവാനുള്ള തീരുമാനത്തിലൊക്കെ എത്തുകയും ചെയ്തു. 2006 ഡിസംബറിലും 2009 ജൂലൈക്കും ഇടയ്ക്ക് സബ്മറൈൻസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആരംഭിച്ചു. പക്ഷേ ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിനകത്തുള്ള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അതിനകത്ത് തീർച്ചയായിട്ടും വേണം. കാരണം സ്പെയർ പാർട്സൊക്കെ തീർച്ചയായിട്ടും, കാരണം 100 കണക്കിന് ചെറുതും വലുതായിട്ടുള്ള ഫേംസ് ഇതിനകത്തിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു വലിയ മെഗാ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ
DRDO ഇതുപോലിപ്പോൾ ഒരു മിസൈൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന എൻജിൻസ് ഉൾപ്പെടെ സ്പെയർസ്, പാർട്സ്, നട്ട്, ബോൾട്ട് എല്ലാം 100 കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലുള്ള ഫേംസിലൊക്കെ ആയിരിക്കും എന്താണ് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യയിലെ ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് പല കാര്യങ്ങളും നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ റോ മെറ്റീരിയൽസൊക്കെ നമുക്ക് ചിലപ്പം വിദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രൊക്യൂർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനകത്തൊക്കെ ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഈ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പ്രോജക്റ്റ് 75 പ്രോജക്റ്റ് 75I ആക്കി. I മീൻസ് ഇന്ത്യ, പ്രോജക്റ്റ് 75 ഇന്ത്യ എന്നുള്ളതാക്കി. അങ്ങനെയാണ് നമുക്ക് ഈ 6 സ്കോർപിയൻ ഗ്ലാസ് നിർമ്മിക്കാനുള്ള പദ്ധതിയിലേക്ക് വരികയും നമ്മൾ അതിനകത്തുള്ളത് ഒരു മൊമെൻറ്റം നമ്മൾ നേടിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ അതിനകത്തിലിപ്പോൾ അത് ഊർജിതമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നത് സബ്മറൈൻ സബ് വാട്ടർ അല്ലെങ്കിൽ കടലിനടിയിലുള്ള വെള്ളത്തിനടിയിലുള്ള ഫോഴ്സിനെ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പം പാകിസ്ഥാൻ നേവിയെ ചൈന വളരെ കൃത്യമായിട്ടുള്ള സഹായം കൊടുക്കുകയും പാകിസ്ഥാൻ നേവിയെ സ്ട്രെങ്തൻ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പവർ ഇൻക്രീസ് ചെയ്യാനൊക്കെ ചൈന ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രസ്താവനയും അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞായിരുന്നു. പാകിസ്ഥാനാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ അത് ചൈനയുടെ സഹായത്തോടുകൂടി പാകിസ്ഥാൻ ഒരു 50 ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ്, ഷിപ്പ് എന്ന് പറയുമ്പം സബ്മറൈൻസും വാർഷിപ്സും എല്ലാം അടങ്ങുന്ന 50 അവരുടെ വെസൽസ് അടങ്ങുന്ന ഒരു ഫ്ലീറ്റാക്കി മാറ്റുവാനുള്ള യജ്ഞത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. അത് വളരെ ത്വരിതഗതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് പാകിസ്ഥാൻ ഇതിനൊക്കെയുള്ള പൈസ എവിടുന്നോ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് നമുക്കറിയാം, ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഒരു ഭരണകൂടം ആയതുകൊണ്ട്, വലിയ രാജ്യമായതുകൊണ്ട് അതൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നടക്കും എന്നുള്ളത് കാര്യവും ഒരു വസ്തുതയാണെന്ന് പറഞ്ഞാൽ. അപ്പം അവരുടെ 50 ഷിപ്സ് പറഞ്ഞാൽ സബ്മറൈൻസും പിന്നെ പലതരത്തിലുള്ള പല ക്ലാസ് ഷിപ്സും എല്ലാം അടങ്ങുന്നൊരു ഗ്രൂപ്പ് ഓഫ് ഫ്ലീറ്റ്. അങ്ങനെ ഒരു പെട്ടെന്നുള്ള അവരുടെ നേവിയെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 2030 കൂടിയെങ്കിലും അങ്ങനെ ഒരു നേവിയെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് എന്നുള്ളൊരു വലിയൊരു പ്രോജക്റ്റ് പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അപ്പം ചൈനയുടെ സഹായത്തോടുകൂടി അവർ വാർഷിപ്സും സബ്മറൈൻസും എല്ലാം നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളൊരു പിന്നെ കൃത്യമായിട്ടുള്ള വിവരം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പം പാകിസ്ഥാൻ ഒരു 8 പിന്നെ അവർ ഓൾറെഡി ഇത് ആരംഭിച്ചതാണ്. കാരണം 2023 കൂടി പിന്നെ ഇത് പ്രോജക്റ്റ് കാരണം അവരുടെയും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ടും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ പ്രോജക്റ്റുകളൊക്കെ വളരെ ഡിലേ ആകുമായിരുന്നു. അപ്പം ആദ്യത്തെ 4 2023 8 സബ്മറൈൻസിനുള്ള കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 പാകിസ്ഥാനിലും കറാച്ചി ഷിപ്പ് യാർഡിലും 4 ചൈനയിലും നിർമ്മിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. അപ്പം അതിന് നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് സ്ലോ പ്രോസസ്സിലാണ്. അതൊരു പക്ഷേ ഇന്ത്യക്ക് ചെറിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. കാരണം അത് അങ്ങനെയാണല്ലോ. കാരണം ലോക പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു രാജ്യം അവരുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെപ്പൺസ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ഒക്കെ നിർമ്മിക്കാൻ അവർക്ക് തടസ്സം നേരിട്ടാൽ അല്ലെങ്കിൽ താമസം നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ എതിർഭാഗത്തുള്ള രാജ്യത്തിന് അത് വലിയൊരു ആശ്വാസമായിരിക്കും. ആ ഗ്യാപ്പിൽ ആ രാജ്യത്തിന് കൂടുതൽ അവരുടെ മിലിറ്ററിയെ വളർത്താനോ ബൂസ്റ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞെങ്കിൽ അത്രയൊരു മിലിറ്ററി ബാലൻസ് ഓഫ് പവർ അവർക്ക് ഫേവറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു ആശ്വാസം ആണെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടും അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ചില ആ ഒരു ഡിലേ നേരിട്ടത് ആദ്യം പാകിസ്ഥാൻ ഇത് ജർമ്മനിയിൽ നിന്ന് ഇതിൻ്റെ എൻജിൻ ആയതുകൊണ്ട് അക്വയർ ചെയ്യാൻ വേണ്ടി ആയിരുന്നു പരിപാടി നടന്നത്. അപ്പോൾ അതിനകത്തിൽ എന്തോ ഡിലേ നേരിടുകയും പിന്നെ അവർ ചൈനയിലേക്ക് ഈ പറഞ്ഞ എൻജിന് വേണ്ടി ചൈനയുടെ സഹായം തേടി അതിനകത്തിലൊക്കെ ഒത്തിരി ഡിലേ വരികയും ചെയ്തു. അപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ഈ ഒരു മുന്നേറ്റം വളർച്ച തീർച്ചയായിട്ടും ചൈനയുടെ സഹായത്തോടുകൂടി ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ള മുൻതൂക്കം അല്ലെങ്കിൽ മുൻകൈ എന്താണ് പറയുക, മുൻകൈ
അതിനകത്തിലൊരു നേരിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കൂടി ഒരു വസ്തുത അതിനകത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ കോഷ്യസായിട്ട് വളരെ വിജിലൻ്റായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഇതിനകത്തിൽ പറയുന്നതിൻ്റെ ഒരു കാരണമാണ്. കാരണം പാകിസ്ഥാൻ പ്രധാനമായിട്ടും ഇന്ത്യൻ ഓഷ്യൻ്റെ അറേബ്യൻ സീ എന്ന് പറയുന്ന നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് പാകിസ്ഥാൻ്റെ കോൺസെൻട്രേഷൻ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് പാകിസ്ഥാൻ്റെ നേവൽ ഫോഴ്സിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ സീയിലായിരിക്കും. ഇപ്പുറത്തെ ഈസ്റ്റ് നമ്മുടെ കിഴക്കൻ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം ചൈന ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ ഏരിയയിലെ ആക്സസിന് വളരെ പ്രയാസമാണ്. കാരണം ഇന്ത്യൻ ഓഷ്യൻ പരമ്പരാഗതമായിട്ട് ഇന്ത്യയുടെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാണ് അവിടെ മേൽക്കൈയും അല്ലെങ്കിൽ മുൻതൂക്കം ഉള്ളതെന്നാണ്. അവിടെ ചൈനയ്ക്ക് തീർച്ചയായിട്ടും യാതൊരു തരത്തിലുള്ള റോള് ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ അത് ആ ഒരു മിലിറ്ററി ബാലൻസ് ഓഫ് പവർ അല്ലെങ്കിൽ നേവൽ ബാലൻസ് ഓഫ് പവർ അല്ലെങ്കിൽ ആ ഒരു ഡൈനാമിക് മാറ്റിയെടുക്കാൻ വേണ്ടി ചൈന വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട്. പാകിസ്ഥാനെ മാത്രമല്ല, കാരണം അടുത്ത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുന്നുണ്ട്. മാലിദ്വീപ്, ശ്രീലങ്ക, ഈ രാജ്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ചൈനയുടെ ഒരു സബോർഡിനേറ്റ് പവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം നേവൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത്, കാരണം ഇതെല്ലാം ശ്രീലങ്ക, മാലദ്വീപ്സ്, ബംഗ്ലാദേശിന് അവരുടെ നേവൽ ഫോഴ്സ്, പാകിസ്ഥാൻ നേവൽ ഫോഴ്സ്, ഇതിൻ്റെ എല്ലാം സ്ട്രെങ്തിലേക്ക് ചൈന ഇൻവെസ്റ്റ് ചെയ്ത് ചൈനയുടെ സഹായത്തോടുകൂടി അവരുടെ നേവിയെ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഒരു വലിയൊരു കൗണ്ടർ ബാലൻസ് ആക്കി എടുക്കുക എന്നുള്ളത്. കാരണം ഇന്ത്യ തന്നെയാണ് അതിൻ്റെ മെയിൻ ഫോക്കസ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പം ഇതാണ് പാകിസ്ഥാനായിട്ടുള്ള സിനാറിയോ. അപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും അവരുടെ നേവൽ അസറ്റിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്വിക്കായിട്ട് റാപ്പിഡ് എക്സ്പാൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. ചൈനയുടെ ഹെൽപ്പോട് കൂടി തന്നെയാണ് അത്. തീർച്ചയായിട്ടും നമുക്കറിയാം ചൈന ഒരു മേജർ പവർ ആയതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിൽ ഇല്ലാത്ത ആക്സസ്, പ്രത്യേകിച്ച് അറേബ്യൻ സീയിലും നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലും ഇപ്പോൾ ചൈനയ്ക്ക് ഇല്ലാത്ത ആക്സസ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ചൈനയുടെ നേവൽ പവറിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശും ഇന്ത്യയായിട്ടുള്ള, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ ഒരു മന്ത്രിസഭ വരുമ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ കുറേയൊക്കെ ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ തന്നെയും, ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻസും ഒക്കെ ബംഗ്ലാദേശ് വാങ്ങിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ കഴിഞ്ഞ വർഷം ബംഗ്ലാദേശ് ചൈനയുടെ ഹെൽപ്പോട് കൂടി അവിടെ ഒരു ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഒരു ഡോക്യാർഡ് എന്ന് പറയുന്നില്ല, ഡോക്യാർഡ്, അതായത് സബ്മറൈൻസിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഡോക്യാർഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും അതിന് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് നേവൽ ഷിപ്പ് BNS ഷെയ്ഖ് ഹസീന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ബേ ഓഫ് ബംഗാളിലാണ്. ആ ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു ഏരിയകളാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ചൈനയുടെ ഒരു ഫുട് പ്രിൻ്റ് ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബംഗ്ലാദേശിൻ്റെ നേവിയെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ നേവിയെ ബിൽഡപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ നേവിയെ അവർ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന മേഖലയാണ്. ഇന്ത്യക്ക് മുൻതൂക്കമുള്ളതാണ്, ഡോമിനൻസ് ഇന്ത്യക്കുള്ളതാണ് ഇന്ത്യൻ ഓഷ്യനിൽ. അപ്പോൾ ഈ പറഞ്ഞ ന്യൂ ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ പോർട്ട് എന്ന് നമുക്ക് പറയാം, സബ്മറൈൻസും നേവൽ ഷിപ്സും എല്ലാം ചൈനയുടെ സഹായത്തോടുകൂടി ഡോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാന്നൊക്കെ നമ്മൾ പറയും സാധാരണ. അതിൻ്റെ മെയിൻ്റനൻസും അല്ലെങ്കിൽ റിപ്പയർ മെയിൻ്റനൻസിനൊക്കെ ഉള്ളൊരു കേന്ദ്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചൈനയുടെ സഹായത്തോടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അത് ഫിനിഷ് ചെയ്തോന്ന് അറിയത്തില്ല, പക്ഷേ കഴിഞ്ഞ വർഷം അതിൻ്റെ ഉദ്ഘാടനം ഇനാഗ്രേഷൻ ഷെയ്ഖ് ഹസീന ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അതും ഈ പറഞ്ഞ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ മേഖല, ഇന്ത്യക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽക്കൈയുള്ള ഈ മേഖലകളിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഒരു വരവിൻ്റെ ഒരു ലക്ഷണം കൂടാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബേ ഓഫ് ബംഗാളിൽ ബംഗ്ലാദേശിൻ്റെ
ബംഗ്ലാദേശിൽ ഈ ഒരു ഡോക്ക് അല്ലെങ്കിൽ ഈ ഒരു പോർട്ട് പണിതെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അവരുടെ സബ്മറൈൻസ് ഒക്കെ വന്ന് അവിടെ പാർക്ക് ചെയ്യാൻ കഴിയും. സബ്മറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർവാഹിനികൾ, കാരണം വെള്ളത്തിനടിയിലുള്ള സാധനങ്ങളാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു നേവൽ ഫോഴ്സാണ് സബ്മറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഈ ഫെസിലിറ്റി ലാസ്റ്റ് മാർച്ചിൽ നടന്നത്, അതായത് 2023 മാർച്ചിലായിരിക്കും. 1.21 ബില്യൺ US$ ആണ് ഇതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒരു 6 സബ്മറൈനും 8 വാർഷിപ്സും അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 സബ്മറൈൻ ഓൾറെഡി ബംഗ്ലാദേശ് ചൈനയിൽ നിന്ന് 2016 $205 മില്യൺ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാം സർവീസ് ഈ ഡോക്കിലാണ് നടക്കുന്നതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1980 മുതലേ ബംഗ്ലാദേശ് അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നേവൽ അസറ്റ്സ് ഒക്കെ ചൈനയിൽ നിന്നും അക്വയർ ചെയ്യുന്നുണ്ട്. 80 എന്ന് പറയുമ്പം അന്ന് ചൈന വലിയൊരു ശക്തിയായിട്ടൊന്നുമില്ല. ഏകദേശം ഇന്ത്യയും ചൈനയൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ തുല്യ ശക്തികൾ തന്നെയായിരുന്നു. എല്ലാ മെഷേഴ്സിലും അല്ലെങ്കിൽ എല്ലാ ഇൻഡെക്സും ഒക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ചൈന ഇന്ത്യയൊക്കെ ഏകദേശം ഒരു നെക്ക് ടു നെക്ക് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പം GDP നോക്കിക്കഴിഞ്ഞാലും ചൈനയ്ക്കൊരു നേരിയ അപ്പർ ഹാൻഡ് ഉണ്ട്. നേരി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഇന്ത്യയുടെ GDP-യെക്കാളും വളരെ കുറച്ച് മുകളിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ചൈനയുടെ GDP ആ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെ മറ്റ് മേഖലകളിലൊക്കെ ഒരുപക്ഷെ ഇന്ത്യക്ക് അതിലും മേൽക്കൈയുള്ള പല മേഖലകളും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയും കൂടെയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. ചൈന റിഫോം ചെയ്തു, ചൈനയുടെ ഹിസ്റ്ററി മാറി, അത് വേറൊരു വിഷയം. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ഇത് തന്നെയാണ്. കാരണം ഇന്ത്യക്ക് വളരെ പ്രാമുഖ്യമുണ്ടായ ഈ മേഖലകളിലൊക്കെ ചൈനയുടെ കടന്നുകയറ്റം നമ്മളുടെ തന്ത്രപരമായിട്ടുള്ള മേൽക്കോയ്മകളെ തീർച്ചയായിട്ടും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അത് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മാലിദ്വീപ്, ശ്രീലങ്ക ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഒക്കെ ചൈനയുടെ അധീനതയിൽ കൊണ്ടുവന്ന് ഈ അവരുടെ മിലിറ്ററി സ്ട്രെങ്തിനെ ഇൻക്രീസ് ചെയ്ത്, അങ്ങനെയാണല്ലോ അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നടന്നിട്ട്, അല്ലെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നടന്നിട്ട്. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻസും അങ്ങനെയല്ല. കാരണം ഇന്ത്യയുടെ മിലിറ്ററി സ്ട്രെങ്തിനെ അമേരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഈ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേവൽ ഫോഴ്സിനായാലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെല്ലാം തീർച്ചയായിട്ടും നമ്മൾ അമേരിക്കയായിട്ടുള്ള ഈ എന്താണ് പറയുന്നത് കരാറുകളുടെ അടിസ്ഥാനത്തിൽ, തന്ത്രപരമായിട്ടുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കവർ ആയുധങ്ങൾ നൽകുകയും ടെക്നോളജി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫൈറ്റിംഗ് കപ്പാസിറ്റി അവരും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്ത് നടക്കുന്നതെല്ലാം ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ് നമ്മൾ കൺസേൺ ആകുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും വലിയൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം അവർ മാലിദ്വീപുമായിട്ടും ശ്രീലങ്കയായിട്ടൊക്കെ ഈ പറഞ്ഞ ഒരു സെക്യൂരിറ്റി അഗ്രിമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ നമുക്ക് ഇന്ത്യ ലോസ്റ്റ് ഇറ്റ്സ് നെയ്ബർഹുഡ്. നമുക്ക് നമ്മുടെ ഈ മാലിദ്വീപ്, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ ഇതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ ആയിട്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള എന്താണ് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ വലയത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതെല്ലാം ചൈന ഹൈജാക്ക് ചെയ്തെടുക്കുകയും ചൈന അവരുടെ ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യാൻ വേണ്ടി രാജ്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യക്ക് ഇനിയും ഉള്ള മുൻപോട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിരിക്കും എന്നുള്ളതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. അപ്പം ശ്രീലങ്കയിലെ അവസ്ഥകളൊക്കെ നമുക്കറിയാം, മാലിദ്വീപിലെ അവസ്ഥ അറിയാം, നേപ്പാൾ ഒക്കെ നമുക്ക് ഇപ്പം സൗഹൃദപരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ചൈനയായിട്ട് നല്ല ബന്ധം തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ അടുത്തൊരു കാലഘട്ടത്തിനാണ് ചൈനയുടെ 2 റിസർച്ച് കപ്പലാണെന്നും പറഞ്ഞ് നമ്മുടെ തീരത്ത് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. പക്ഷേ അവർ പറയുന്നത് റിസർച്ച് വെഹിക്കിളാണ്, വെസൽസാണ്, റിസർച്ച് ചെയ്യാൻ വന്ന കപ്പൽ അല്ലെങ്കിൽ ബോട്ടുകളാണ്. പക്ഷേ അതിനകത്ത് നിന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വന്നതാണെന്നുള്ള കാര്യത്തിൽ
ഇല്ല നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് റൂട്ടാണ്. 40,000-ഓളം അല്ലെങ്കിൽ 40,000-ന് മേലുള്ള ഷിപ്സ് ആ ബേ ഓഫ് ബംഗാളിൽ കൂടി എന്താ പറയുക ബംഗാൾ ഉൾക്കടലിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പിന്നെ വാണിജ്യപരമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല തന്നെയാണ്. അപ്പോൾ അവിടെ ചൈന നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയിൽ കിടന്ന് വെപ്രാളം കാണിക്കുന്ന ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ വരുന്ന സ്ഥലത്ത് ഒരു മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഇടുക്കുണ്ട്, മലാക്ക ഇടുക്കെന്ന് പറഞ്ഞാൽ. അപ്പം ചൈനയ്ക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ചൈനയുടെ ട്രേഡ് മൊത്തം നടക്കുന്നതിൻ്റെ ഒരു 80% ഈ മലാക്ക സ്ട്രേറ്റിൽ കൂടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യൻ ഓഷനിലുള്ള ഒരു സ്വാധീനം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ ചൈനയുടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ മലാക്ക സ്ട്രേറ്റ് നമുക്ക് നേവൽ ബ്ലോക്കേഡ് കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ഈ പറഞ്ഞ എന്താണ് പറയുക ഈ കഴുത്തിന് പിടിക്കുന്നത് തുല്യമായിരിക്കും എന്നാലും നമ്മൾ. അപ്പം അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ കാണിക്കുന്ന ഈ വെപ്രാളങ്ങളെല്ലാം ഈ പറഞ്ഞ ഏരിയയിൽ ഇന്ത്യയുടെ സ്വാധീനത്തെ ന്യൂട്രലൈസ് ചെയ്തിട്ട് അവർക്ക് മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മലാക്ക സ്ട്രൈറ്റ് എന്നുള്ളൊരു വലിയൊരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാരണം ചൈനയ്ക്കകത്തേക്കും ചൈനയ്ക്ക് പുറത്തേക്കുള്ള ട്രേഡിൻ്റെ 80% മലാക്ക സ്ട്രൈറ്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യക്കിപ്പം കാരണം അത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡൊക്കെ പിന്നെ ഏകദേശം അടുത്തായിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്ത്യക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ള നമ്മുടെ സ്വാധീനവും നമുക്കുള്ള മിലിറ്ററി ബേസും ഇന്ത്യൻ ഓഷ്യനിലുള്ള നമുക്ക് ബേ ഓഫ് ബംഗാളിലുള്ള നമ്മുടെ മിലിറ്ററി നേവൽ പ്രസൻസും ഒക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ആക്സസ് ഒന്നുമില്ല. ഇപ്പോൾ ഇതുവരെ കാര്യമായിട്ടുള്ള ആക്സസ് ഒന്നുമില്ല. അപ്പം ചൈനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയായിട്ടൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ നാളെ അമേരിക്കയായിട്ട് ഈ പറഞ്ഞ തായ്വാൻ്റെ പ്രശ്നത്തിലൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അമേരിക്ക ഇന്ത്യയെ പിന്നെ എന്താണ് പറയുന്നത് മുൻനിർത്തിക്കൊണ്ട് മലാക്ക സ്ട്രൈറ്റ് ഒക്കെ നേവൽ ബ്ലോക്കേഡിൽ കൂടെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ വലിയൊരു വിഷയമായി അത് മാറും എന്നുള്ള അവർക്ക് ഉള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത് മാറ്റങ്ങളെല്ലാം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഓഷനിൽ ക്ലിയർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. അത് ഇപ്പോഴും ചൈനയ്ക്ക് അതിനകത്തിൽ കാര്യമായിട്ടൊന്നും മാറ്റങ്ങളൊന്നും വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ഈ പറഞ്ഞൊരു എന്താണ് മേൽക്കോയ്മ തന്നെയാണെന്നുള്ളതാണ്. ഇന്ത്യക്ക് ഇന്ത്യൻ ഓഷനിലുള്ള പ്രത്യേകിച്ച് പടിഞ്ഞാറും കിഴക്കും ഉള്ള നമ്മളുടെ മേൽക്കോയ്മ തന്നെയാണ് ചൈനയെ ചൊടിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ഒരു ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ നമുക്ക് അമേരിക്കയായിട്ടോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് അവരുടെ ഈ എയർക്രാഫ്റ്റ് കാരിയർ അസറ്റ് ഉണ്ടല്ലോ ഈ ചൈനയുടെ, അപ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് ആക്ട് ചെയ്യാനോ റിയാക്ട് ചെയ്യാനുള്ള ഒരു ലോജിസ്റ്റിക്കലായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇപ്പോഴും ഈ ഒരു റീജിയനിലില്ല എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ കൂടി വായിച്ചറിയുന്നതാണ്. അപ്പം ഇതിനെല്ലാം മറികടന്ന് ചൈന ഈ രാജ്യങ്ങളുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പിന്നെ എന്താണ് പറയുന്നത് ടൈപ്പിൽ കൂടെ അവർക്ക് ഈ ഏരിയയിൽ ഒരു ബെറ്ററായിട്ടുള്ളൊരു ആക്സസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡോമിനൻസിനെ അല്ലെങ്കിൽ നമ്മുടെ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വൻ ഭീഷണിയായിട്ട് മാറും. കാരണം നമുക്ക് അതും നഷ്ടമായി കഴിഞ്ഞാൽ മാരിടൈം ഏരിയകൾ നഷ്ടമായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പോക്ക് വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം പാകിസ്ഥാനും കാശ്മീരും ഒക്കെ വന്ന് ഉണ്ടാക്കി അവിടെ വലിയൊരു വിലങ്ങുതിരയായി സൃഷ്ടിച്ചതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ട വലിയൊരു അവസരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ജിയോഗ്രഫി അറിയാവുന്നവർക്കും ജിയോ പൊളിറ്റിക്സ് അറിയാവുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ മാരിടൈം ഏരിയയും കൂടെ നഷ്ടമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലെ ഈ പറഞ്ഞ നമ്മുടെ ഡോമിനൻസൂടെ ചൈന കാരണം നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസകരമായിരിക്കും ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് മുമ്പോട്ട് വളരുവാനും മുമ്പോട്ട് പോകുവാനും. പക്ഷേ അത് സംഭവിക്കത്തില്ല. കാരണം തീർച്ചയായിട്ടും ഇന്ത്യയും ഇന്ത്യയുടെ നേവൽ കപ്പാസിറ്റീസ് വളരെ അഗ്രസീവായിട്ട് പ്രൊവാക്റ്റീവായിട്ട് എസ്പെഷ്യലി ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഇനിയും ഭാവിയിൽ അവർ മാറി മറ്റൊരു ഭരണ സംവിധാനം വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി വേഗതയിലും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു മുൻ പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് ഇന്ത്യൻ നേവിയുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമാണ്. ഇന്ത്യ
ഈ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റഷ്യയുടെ ഒരു ബെറ്റർ എന്താണ് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യമാണ്. അപ്പം റഷ്യയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇതുവരെയുള്ള അവസ്ഥകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിലിറ്ററി അസറ്റ്സ് അക്വയർ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. അപ്പം എയർഫോഴ്സിൻ്റെ അസറ്റായാലും ഈവൻ ആർമി ആയാലും നേവൽ അസറ്റ്സും റഷ്യയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ത്യ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസിൽ നിന്ന് നമ്മൾ നേവൽ ഈ പറഞ്ഞ സ്കോർപിയൻ, സബ്മറൈൻ അതെല്ലാം ഫ്രാൻസിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ എയർഫോഴ്സിന് വേണ്ട ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ ഫ്രാൻസിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യ ചെയ്യേണ്ടത് ചൈന ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഈവൻ ജർമ്മനി, അതുപോലെ തന്നെ ജർമ്മനിയായിട്ടും സ്പെയിനുമായിട്ടും ഒക്കെ നമ്മൾ ഇപ്പോൾ കൈ കോർത്തിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മുടെ നേവൽ അസറ്റിൻ്റെ, സബ്മറൈൻസിൻ്റെ ഈ കൺസ്ട്രക്ഷന് വേണ്ടി. അപ്പം ജർമ്മനി, സ്പെയിന്, ജപ്പാൻ, പിന്നെ അമേരിക്ക, റഷ്യ, ബ്രിട്ടനെ ഇതുവരെ നമുക്ക് കൈ കിട്ടിയിട്ടില്ല. കാരണം അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്നു നമ്മളെ സഹായിക്കുന്നത്. അവരതിന് പകരം പൈസ സഹായിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പം ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ ബന്ധങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുകയും ബെറ്റർ ടെക്നോളജി അവരിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങളെ നിറവേറ്റുകയും നമ്മുടെ ഈ പറഞ്ഞ ഓരോ മിലിറ്ററിയും, എസ്പെഷ്യലി എയർഫോഴ്സിനെ ആയാലും നേവി ആയാലും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പിന്നെ നമ്മൾ സ്വന്തമായി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിലും നമ്മൾ വിജയകരമായിട്ട് വളരെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചൈന ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്വാധീനത്തെ നമുക്ക് നിർവീര്യമാക്കുവാനും നമ്മളുടെ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലും അറേബ്യൻ സീയിലും ബംഗാൾ ഉൾക്കടലിലും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഓഷ്യനിലെ നമ്മളുടെ സ്വാധീനം നമുക്ക് നിലനിർത്തുവാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഇതുപോലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.